Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിന്റെ വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിഫായ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഡൽഗോണ കേക്ക് ആയിരുന്നു. അതിന് നിങ്ങളൊക്കെ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഇത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ കേക്ക് സാധാരണ കേക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണ്. അതിൻ്റെ രുചിയിലായാലും അതുണ്ടാക്കുന്ന രീതിയിലായാലൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പിസ്ത പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് പിസ്ത ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ കേക്ക് പിസ്തയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഫ്ലേവറിൽ വരുന്ന ഒരു കേക്കാണ്. ഈ പിസ്ത ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനോ അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാനൊക്കെ വേണ്ടി പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് ഒരു 3 തവണ അരിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ് ബീറ്റർ വെച്ചിട്ട് കൂടുതലങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ്. ഇനി ഇത് രണ്ടും ഇടവിട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഫ്ലോറിൻ്റെ ഒരു 1/3 ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്കിൻ്റെ ഒരു 1/3 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സാവധാനം ഈ എഗ്ഗിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിലൂടെ ഇത് എഗ്ഗിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലോറും മിൽക്കും തീരുന്നത് വരെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് എഗ്ഗിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു കളർ ചേഞ്ചും ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ടൈഗറിൻ്റെ ഈ പിസ്ത മിക്സാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേക്ക് ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക്
ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ കേക്ക് സോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിറപ്പൊക്കെ റെഡിയാക്കാം. ഇനി കേക്ക് ഒന്ന് വെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള സിറപ്പ് കൊണ്ടാണ് ഈ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഈ പൈനാപ്പിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടി ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ പൈനാപ്പിൾ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. ഫില്ലിംഗ് ആണ് ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ടേസ്റ്റും അതാണ്. 3 തരത്തിലുള്ള ഫില്ലിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത്. മാംഗോയും സ്ട്രോബെറിയും അതുപോലെ തന്നെ പിസ്തയും. ആദ്യം തന്നെ മാംഗോ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് കുറച്ച് ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് ഈ മാങ്ങ ഈ ഷുഗറിൽ ഒന്ന് വേവിച്ചെടുക്കണം. എനിക്കിവിടെ കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ നോക്കണം എല്ലാവരും. ഇപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടാറി കിട്ടും. ഇനി ഇതുപോലെ തന്നെ സ്ട്രോബെറിയും ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഷുഗറിൽ സ്ട്രോബെറി ഒന്ന് വേവിച്ചെടുക്കണം. സ്ട്രോബെറി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചിട്ടുള്ള മാംഗോ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് മാംഗോയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല മാംഗോ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. ഇനി സ്ട്രോബെറി ഫില്ലിങ്ങിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്ട്രോബെറി ഇപ്പോൾ തന്നെ സ്ട്രോബെറി നന്നായിട്ട് കുക്കായിട്ട് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്യുന്നില്ല. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പിസ്ത ഫില്ലിംഗ് ആണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് പിസ്ത പൊടിച്ചത് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതങ്ങനെ ഈ പിസ്തൻ്റെ ഫില്ലിങ് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫില്ലിംഗ് ആയിട്ടും ക്രം കോട്ടൊക്കെ ആയിട്ട് പിസ്തയുടെ ക്രീം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോൻ്റെ കേക്കാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ലാസ്റ്റ് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത കണ്ടൻസ്ഡ് മിൽക്കിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക്
ഇനി ഈ പിസ്ത ഈ ക്രീമിലേക്ക് എഗ് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സായി കിട്ടുന്നത് വരെ ഇത് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളർ ഇട്ടുന്നതിന് വേണ്ടിയാണ്. ഇതാണ് കേക്കിൻ്റെ ഫില്ലിങ്ങിനും ക്രം കോട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീം. കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ബേക്കിംഗ് ടീനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 3 ഈക്വൽ ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കേക്കിലേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. കേക്ക് അങ്ങ് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ പിസ്ത മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ലെയർ മാംഗോ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ രണ്ടാമത്തെ ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൈനാപ്പിൾ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ കേക്കിൻ്റെ അടിഭാഗമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നേരത്തെ പിസ്ത മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ടാണ് സൈഡ് മുകൾ ഭാഗമൊക്കെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള ഒരു ലെയർ ക്രീം കൊണ്ടൊന്ന് കേക്കിനെ കവർ ചെയ്തെടുക്കലാണ്. ഒരു 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി കേക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കണം. പിസ്ത ഫ്ലേവറിലുള്ള ഗനാഷിനുകൊണ്ടാണ് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1:1 റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയുള്ള ഗനാഷാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗനാഷാണ് വേണ്ടതെങ്കിൽ 2:1 എന്ന റേഷ്യോയിൽ ചോക്ലേറ്റും ക്രീമും എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് കളറും ഫ്ലേവറൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് പിസ്ത മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിസ്ത ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് അല്പം ചൂടാറിയതിന് ശേഷം കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടിയാണ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് സൈഡൊക്കെ നന്നായിട്ട് കവറാകുന്ന വിധത്തിലാണ് കേക്കിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗനാഷ് കേക്കിന് മുകളിൽ ഒരു തവണ ഒഴിച്ചു കൊടുത്തപ്പോൾ തിന്നായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കണം. അതിനായിട്ട് ഈ കേക്ക് ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിനുശേഷം ഒരു തവണയും കൂടെ ഒന്ന് ഗനാഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോഴേക്ക് ഗണാശയ്ക്ക് കുറച്ച് തിക്കായിട്ടുണ്ട്. ഞാനൊരു 2 ഡ്രോപ്പ് കൂടി പിസ്ത മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കി ഗണാശാകാത്ത ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വിപ്പിംഗ് ക്രീം കൊണ്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഒന്ന് തട്ടിപ്പോയാൽ അപ്പം ഡാമേജ് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് ക്ലീൻ ചെയ്യുക. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു പീസ് മാംഗോ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി, പൈനാപ്പിൾ, ഇതൊക്കെ വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി കേക്കിൻ്റെ താഴെയും പിസ്ത പൗഡർ കൊണ്ട് ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ഞാൻ ഈ കേക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇനി കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.